പ്രിന്റു, ഇതിലെ രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് എൻ്റെ ചോദ്യം. ഒരു രസകരമായി തോന്നിയ ഒരു കാര്യം, നിങ്ങളുടെ നിഘണ്ടുവിലില്ലാത്ത ഒരു വാക്ക് മതേതരത്വം. കാരണം ഈ മതേതരത്വം പറയുന്നവരെ സ്യൂഡോ സെക്യുലറിസ്റ്റുകൾ എന്നാണല്ലോ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ ഘട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും BJP നേതാക്കൾ ആ വാക്ക് ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നിർമ്മല സീതാരാമന്റെ പ്രസംഗത്തിൽ പലയിടത്തായി ഈ സെക്യുലറിസം കടന്നു വരുന്നുണ്ട്. ഇൻക്ലൂസീവ് ആണ് എന്നുള്ള വാക്കുകൾ കടന്നു വരുന്നുണ്ട്. സെക്യുലർ ഗ്രോത്ത്. മോദി സർക്കാരിന്റെ സമീപനങ്ങളിൽ സെക്യുലറിസം ഇൻ ആക്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മതേതരത്വം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സാമൂഹ്യനീതി എല്ലാവരിലും എത്തുന്ന സമീപനമാണ് ഇതെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ പ്രസംഗ രീതിയായിട്ട് കണക്കാക്കേണ്ടതുണ്ടോ? പ്രഖ്യാപനങ്ങളില്ലെങ്കിലും പ്രസംഗത്തിൽ വേറെ ചില നിലപാടുകളുണ്ട് എന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നിർമ്മലാ സീതാരാമൻ നടത്തുകയാണോ പ്രിന്റു? ഞങ്ങളുടെ നിഘണ്ടുവിൽ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഇല്ല എന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല മേഡം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മതേതരത്വമാണ്. മതേതരത്വം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാറില്ല എന്ന് മാത്രമല്ല, ഉപയോഗിക്കുന്നവരെ സ്യൂഡോ സെക്യുലറിസ്റ്റുകൾ പരസ്യമായി അപമാനിക്കാറുണ്ട്. അല്ല, ഞങ്ങൾ കപട മതേതരവാദികളെയും ഏതെങ്കിലും മതത്തെ കൃത്യമായി പ്രീണിപ്പിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് പറയും. മതേതരത്വം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാരമ്പര്യമല്ലേ സാർ? സനാതനധർമ്മമല്ലേ ഈ ലോകത്തെ മുഴുവൻ മതേതരത്വ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവന്നത്? ഈ സനാതനധർമ്മമല്ലേ? ഈ സനാതനധർമ്മത്തിന്റെ വക്താക്കളായിട്ടുള്ള ഞങ്ങൾ അല്ല, എന്താ സംശയം മേഡം? എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരേ ഒരു ധർമ്മമുള്ള സനാതനധർമ്മം, അതിന്റെ വക്താക്കളാണല്ലോ ഞങ്ങൾ. പിന്നെ എങ്ങനെയാ മതേതരത്വം എന്ന് പറയും? എല്ലാ മതങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന വേറെ ഏത് രാജ്യമാണുള്ളത് മേഡം? അപ്പം മതേതരത്വം എന്ന് പറയുന്ന വാക്കിന്റെ ഉത്ഭവവും അതിന്റെ ഘടനയും ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഭാരതത്തോളം വേറൊരു രാജ്യത്തിന് വരില്ലേ മേഡം? അപ്പം മതേതരത്വം എന്ന് പറയുന്ന വാക്കൊന്നും ഞങ്ങൾക്ക് അന്യമാണെന്ന് നിങ്ങൾ കരുതേണ്ട. അപ്പം മതേതരത്വം എന്നതിലേക്ക് ഉപരി സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ ഇതേസമയത്ത് രാമക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ തിരിച്ചും പറയും, മതേതരത്വം പറയുമ്പോൾ ഇങ്ങനെയും പറയും. അപ്പം മതേതരത്വം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ എല്ലാ വ്യക്തികൾക്കും എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശങ്ങളാണ്. അത് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം. അതാണ് ഞങ്ങൾക്ക് ആരോടും വലിയ പ്രകടനം, എല്ലാവർക്കും തുല്യനീതി. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഈ കർഷകരുടെ ആത്മഹത്യ നിരന്തര വാർത്തയായി തീരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴും 60% ആളുകൾ സർക്കാരിന്റെ സൗജന്യ ധാന്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. കർഷകർക്ക് ആത്മവിശ്വാസം നൽകാൻ എന്ത് പദ്ധതിയാണ് ഈ ബഡ്ജറ്റിലുള്ളത്? അല്ല സാർ, ഇത് ഒരു ഇടക്കാല ബഡ്ജറ്റ് എന്ന രീതിയിൽ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. ഒരു 2 മാസത്തെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കാണുക. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കർഷകർക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് സാർ ഞങ്ങളുടെ കർഷകർക്ക് ഉള്ള നേട്ടം. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ കർഷകർക്ക് വിളനാശം മൂലം, ഇപ്പോൾ ഇന്ന് ബഡ്ജറ്റിനകത്ത് പറഞ്ഞല്ലോ, വിളനാശം മൂലം കർഷകർ കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരുന്നു. ഇന്ന് ഈ 4 കോടി കർഷകർക്കാണ് വിളനാശത്തിന്റെ ആനുകൂല്യം ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സർക്കാർ ഈ രാജ്യത്തിലെ കർഷകരോട് പറയും, നിങ്ങൾ ധൈര്യമായിട്ട് കൃഷി ചെയ്യൂ. നിങ്ങൾക്ക് വിളനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഫസൽ ബീമാ യോജനയിലൂടെ നിങ്ങളുടെ നഷ്ടം സർക്കാർ പരിഹരിക്കും. അതുകൊണ്ടാണ് സാർ ഇന്ന് നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ UPA സർക്കാരിൻ്റെയും NDA സർക്കാരിൻ്റെയും കാർഷിക മേഖലയിലൂടെ വളർച്ച നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇന്ന് ലോകരാജ്യങ്ങളിലേക്ക് കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ 4 ലക്ഷം കോടിയുടെ വരുമാനമുള്ള രാജ്യമായിട്ട് ഭാരതം മാറിയിട്ടുണ്ട്. പിന്നെ കാർഷിക ആത്മഹത്യ എന്ന് പറയുന്നത് സാർ എവിടെയാണ് നടക്കുന്നത്? ഈ കേരളത്തിൽ ഇന്ന് നോക്കൂ, 5 കോടി കർഷകരുള്ള മേഖലയാണ് കരിമ്പ് കൃഷി. 5 കോടി കർഷകരും അതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏകദേശം വലിയൊരു വിഭാഗമുള്ള മേഖലയാണ് കരിമ്പ് കൃഷി. ഇന്ന് നോക്കൂ, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കിൻഡലിന് 315 രൂപയാണ് സാർ ഇന്ന് കരിമ്പിനുള്ളത്. അപ്പോൾ നോക്കൂ, അതുപോലെ തന്നെ താങ്ങുവില, കർഷകരുടെ താങ്ങുവില ഈ സാർ ഒന്ന് പരിശോധിക്കണം. UPA സർക്കാരിൻ്റെ സ്ഥാനത്ത് ഈ റബ്ബർ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള നാളികേരം, അതുപോലെ നെല്ല്, ഇതിൻ്റെ താങ്ങുവിലയും UPA സർക്കാരിൻ്റെ താങ്ങുവിലയും NDA സർക്കാർ നൽകുന്ന താങ്ങുവിലയും നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ കണക്കുകളുണ്ടല്ലോ, ഇത് 3 ഇരട്ടിയാണ് സാർ താങ്ങുവില നൽകുന്നത്. പിന്നെ കർഷകർക്ക് നോക്കൂ, ഈ രാജ്യത്തിലെ മുഴുവൻ കർഷകർക്കും പ്രധാനമന്ത്രി സമ്മാൻ യോജന പ്രകാരം 6000 രൂപ നൽകുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണല്ലോ. അപ്പോൾ കർഷകരുടെ ആത്മഹത്യ എന്ന് പറയുന്നതിനെ സ്വാഭാവികമായിട്ട് അത് ചിലപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ താങ്ങുവിലയുമായി ബന്ധപ്പെട്ട് നടന്ന ആ പ്രസാദിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കർഷക ആത്മഹത്യ പറയുന്നതെങ്കിൽ ശരിയാണ്. അത് ഇവിടുത്തെ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് നമുക്കറിയാം 4 പില്ലേഴ്സാണ്. അതിൽ 1 കർഷകർ, 2 യുവാക്കൾ, 3 ദരിദ്രർ, 4 സ്ത്രീകൾ. ഈ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനം തന്നെയാണ് ഞങ്ങളുടെ നേട്ടം. നേരത്തെ മതേതരത്വം പറഞ്ഞതുപോലെ തന്നെ ഗാന്ധിയൻ സോഷ്യലിസം കൂടി നടപ്പിലാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ ഗാന്ധിയൻ സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ടുള്ള കാരണം ഞങ്ങൾ ഇടപെടാതിരുന്നതാണ്. ഒന്ന്, കാർഷിക മേഖലയിലെ ഗ്രോത്ത് എത്രയാണെന്നറിയാമോ പ്രിന്റു മഹാദേവി? ബഡ്ജറ്റ് പ്രകാരം സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ
മൊത്തം രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് 7.3% രാജ്യത്തിൻ്റെ കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് എത്രയാണെന്നറിയാമോ പ്രിന്റു മഹാദേവ്? പ്രിന്റു കേൾക്കാമോ? പറയൂ സാർ. 1.8% അഗ്രികൾച്ചർ മേഖലയിലെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അതായത് സേവന മേഖലയ്ക്കും താഴെ ഈ കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് എത്തി നിൽക്കുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഈ സർക്കാർ എത്ര രൂപ മാറ്റിവെച്ചിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ മാറ്റിവെച്ചിരിക്കുന്നത് ഡിഫൻസിലാണ്. കാർഷിക മേഖലയിലേക്ക്, അഗ്രികൾച്ചറിലേക്ക് എത്ര ശതമാനമാണ് മാറ്റിവെച്ചിരിക്കുന്നത് മൊത്തം GDP-യുടെ കണക്കുണ്ടോ? അല്ല സാർ, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഈ GDP-യുടെ എത്ര ശതമാനം മാറ്റിവെക്കാനുള്ളൊരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അല്ലല്ലോ സാർ ഇത്. സമ്പൂർണ്ണ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻ ജൂലൈ മാസത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് എത്രയാണോ അത് മാറ്റിവെക്കുക. ഇപ്പോഴെന്താണ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ബഡ്ജറ്റ് എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലെ ഈ ബഡ്ജറ്റിനെ നിങ്ങൾ കാണരുത്. കേവലം 2 മാസത്തേക്കുള്ള ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബഡ്ജറ്റ്. അത് ജൂലൈയിൽ വരട്ടെ. ജൂലൈയിൽ വരുന്ന സമയത്ത് നമുക്ക് മഹാദേവ് പറഞ്ഞതുപോലെ ജൂലൈയിൽ സമ്പൂർണ്ണ ബഡ്ജറ്റ് വരുമ്പോൾ ഇതേക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചതുപോലെ ഒരു റോഡ് മാപ്പിലേക്ക് നയിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് അപ്പോൾ അറിയാം. ഇപ്പോൾ അതേക്കുറിച്ച് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ശ്രീ എ. ആരിഫ് MP. You are watching Reporter Evening Show.